ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ഡിവോട്ടീസിനും വളരെ വളരെ നമസ്കാരം. ഹരേ കൃഷ്ണ. താങ്ക് യു നിങ്ങൾ അപ്പോ ഞാൻ ആക്ച്വലി കുറെ കാലമായിട്ട് ബോംബെയിലാണ്. അത് കാരണം മലയാളം അത്ര വലിയ പഠിച്ചതൊക്കെ കേരളത്തിലാണെങ്കിലും മലയാളം അത്ര സംസാരിച്ച് പരിചയമില്ല. എന്നാലും ഇന്ന് പ്രഭുജി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവ്യദേശമുണ്ട്, തിരുക്കോഷ്ടിയൂർ. 108 ദിവ്യദേശങ്ങളുണ്ട്. അതിലൊരു ദിവ്യദേശമാണ് തിരുക്കോഷ്ടിയൂർ എന്ന് പറഞ്ഞിട്ട്. ഈ ദിവ്യദേശത്ത് ഒരു വളരെ സുന്ദരമായ ഒരു DT ഉണ്ട്. സൗമ്യ നാരായൺ എന്നാണ് DTയുടെ പേര്. അപ്പൊ ഒരു പ്രാവശ്യം കുറെ ഭക്തന്മാര് ഇങ്ങനെ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് അവര് തിരുക്കോഷ്ടിയൂർ വരാനിടയായി. അപ്പൊ തിരുക്കോഷ്ടിയൂർ വന്ന് അവര് സൗമ്യ നാരായണന്റെ ദർശനം കണ്ടു. വളരെ സുന്ദരമായ ഒരു DT ആണ് സൗമ്യ നാരായൺ. ആ ദർശനത്തിന് ശേഷം അവര് കുറെ നടന്നിട്ടാണ് അവിടെ വന്നത്. ഇപ്പൊ നടന്ന സമയം വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അന്ന് ദ്വാദശിയുടെ സമയമായിരുന്നു. അപ്പോ അവര് ദ്വാദശിയിൽ ദർശനം എടുത്തു. അവർക്ക് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രസാദം കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം പണ്ട് ഇന്നത്തെ കാലത്ത് ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷെ പഴയ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആരുടെയെങ്കിലും ഒരു ഡിവോട്ടീന്റെ വീട്ടിൽ പോയിട്ടായിരിക്കും സാധാരണ എല്ലാവരും പ്രസാദം കഴിക്കുന്നത്. അപ്പൊ ദർശനം എടുത്തതിന് ശേഷം അവര് പുറത്തേക്ക് വന്നു. ആൾക്കാരെ ചോദിച്ചു ഇവിടെ എവിടെയാണ് കുറച്ച് പ്രസാദം കിട്ടാൻ വഴി. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, നിങ്ങൾ സെൽവൻ അമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവോട്ടി ഉണ്ട്, അയാളുടെ വീട്ടിലേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാ പോകണ്ടേ സെൽവൻ അമ്പിയുടെ വീട്ടിലേക്ക്. അപ്പൊ അവര് പറഞ്ഞു സെൽവൻ അമ്പിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇതേ ഒരു വഴിയാണ്, ഒരു വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ പല പല ഡിവോട്ടീസിന്റെ അടുത്തും ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെ അടുത്തെല്ലാം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു സെൽവൻ അമ്പിയുടെ വീട് ഇത് ഇവിടെയാണ്, അടുത്താണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവര് സെൽവൻ വീട്ടിലെത്തി. സെൽവൻ അമ്പിയുടെ വീട്ടിലെത്തിയതിന് ശേഷം അവിടെ പോയപ്പോൾ അന്ന് സെൽവൻ അമ്പി ഇല്ലായിരുന്നു വീട്ടില്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ വൈഫ് അവരെല്ലാരും നോക്കിയപ്പോ കുറെ ഡിവോട്ടീസ് വന്നിട്ടുണ്ട്, 5-6 ഡിവോട്ടീസ്. അവരെയൊക്കെ വെൽക്കം ചെയ്തു, വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ്, ഇന്ന് ദ്വാദശിയാണ്, ഞങ്ങൾ ഒന്നും പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇവിടെ വന്നാൽ കുറച്ച് പ്രസാദം കിട്ടും. അപ്പൊ അവര് വളരെ സന്തോഷത്തോടുകൂടി അവരെടുത്ത് പറഞ്ഞു യെസ് യെസ് ഇരിക്കൂ, നിങ്ങൾ പോയിട്ട് കുളിച്ചു വരും, ഞാൻ എന്തായാലും പ്രസാദം ഉണ്ടാക്കാം. അങ്ങനെ അവര് കുളിക്കാൻ പോയി. അപ്പം അദ്ദേഹത്തിന്റെ വൈഫ് ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവർ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അരി ഇല്ലായിരുന്നു അന്ന് ചോറിടാൻ വേണ്ടിയിട്ട്. സെൽവൻ അമ്പി ഇല്ലായിരുന്നു. അപ്പൊ അവരാകെ ഒരു ഭയങ്കര ഒരു സങ്കടത്തോടുകൂടി നോക്കി എന്ത് ചെയ്യാൻ പറ്റും, ഇനി അരിയില്ല, ഇനി എങ്ങനെ ഇവരെ ഈ ഡിവോട്ടീസിനെയൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റും. അങ്ങനെ അവർ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഒരു ഒരു ചെറിയൊരു ബോക്സ് കാണും. അപ്പൊ ആ ബോക്സ് തുറന്നു നോക്കിയപ്പം അതിന്റെ ഉള്ളില് നെല്ലായിരുന്നു, നെല്ല്. അപ്പോ ആക്ച്വലി ഈ നെല്ല് എടുത്ത്, അപ്പൊ നെല്ല് കണ്ടു. ഇനിയിപ്പോ നെല്ലാണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് നെല്ലെടുത്ത് അതിനെ ഇതെല്ലാം ചെയ്ത് അരിയാക്കി ചോറ് വെച്ചിട്ട് ഈ ഡിവോട്ടീസിന് എല്ലാവർക്കും കൊടുത്തു. ആ ഡിവോട്ടീസ് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി പ്രസാദം കഴിച്ചു. അവർ വളരെ ഹാപ്പിയായി. കാരണം അവര് ആ സെർവ് ചെയ്ത വിധവും വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഹൃദയത്തിൽ ആഹ്ലാദത്തോടു കൂടിയാണ് അവര് സെൽവൻ അമ്പിയുടെ വൈഫ് അവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്തത്. അപ്പൊ അവരുടെ വയറും നിറഞ്ഞു, പക്ഷെ ഹൃദയവും നിറഞ്ഞു. ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ചില സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും, പക്ഷെ ഹൃദയം നിറയില്ല. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയം നിറയും, വയറും നിറയും. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവത്തോടു കൂടി അവര് വളരെ സന്തോഷത്തോടു കൂടി അവിടെ തിരിച്ചു അവരെ വഴിക്ക് പോയി. അന്ന് വൈകുന്നേരം സെൽവൻ അമ്പി വീട്ടിൽ വന്നു. അവരുടെ വൈഫ് ഇതിനെക്കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്തില്ല. ഇങ്ങനെ വന്നു എന്നോ അവർക്ക് പ്രസാദം കൊടുത്തു എന്നോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ പോയി. കുറെ ദിവസങ്ങൾ പോയതിനു ശേഷം മഴ വരാൻ തുടങ്ങി. ആദ്യത്തെ മഴ പെയ്തപ്പം സെൽവൻ അമ്പിക്ക് ഓർമ്മ വന്നു, എനിക്ക് ഇനിയിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെല്ല് വിതയ്ക്കണം, എന്നാൽ മാത്രമേ അടുത്ത വർഷത്തേക്കുള്ള കൃഷി നടക്കാൻ പറ്റുള്ളൂ. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് സ്വയം കൃഷി ചെയ്താണ് ആൾക്കാർ മെയിൻലി നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സെൽവൻ അമ്പി തെരഞ്ഞു നടക്കായിരുന്നു ഈ ബോക്സിന്റെ ഉള്ളിൽ എവിടെ ഈ വിത്ത്. അപ്പൊ വൈഫ് ചോദിച്ചു ഞാൻ കുറെ വിത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി.
അപ്പം അപ്പോഴാണ് ഈ സ്റ്റോറി ശെൽവനമ്പിയുടെ വൈഫ് അദ്ദേഹത്തിനോട് പറയുന്നത്. പറയായിരുന്നു, ആക്ച്വലി ഡിവോട്ടീസ് വന്നിരുന്നു, അപ്പൊ എനിക്കിവിടെ അരിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ വിത്തെല്ലാം എടുത്ത് ഇത് ചെയ്തിട്ട് അതിന്റെ ചോറുണ്ടാക്കി അവർക്ക് കൊടുത്തു. അത് കേട്ടപ്പം, അല്ല, അതിനു മുമ്പ് അവരുടെ വൈഫ് പറഞ്ഞു, ആ വിത്തെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആ വിത്തെല്ലാം ഞാൻ ഐ ഹാവ് സോൺ ദോസ് സീഡ്സ്, ഞാൻ ഓൾറെഡി ആ വിത്ത് വിതച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എവിടെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ആക്ച്വലി അത് വൈകുണ്ഠത്താണ് ഈ വിത്ത് വിതച്ചിരിക്കണേ. പിന്നെ ഈ സ്റ്റോറി പറയും, എങ്ങനെ ഡിവോട്ടീസ് വന്നു, അവർക്ക് ഈ അരി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ വിത്ത് എടുത്തിട്ട് വിതച്ച് അവർക്ക് കൊടുത്തു, ഇത് ചെയ്ത് കൊടുത്തു. അത് കേട്ടപ്പം ശെൽവനമ്പിയുടെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷമായി. ശെൽവനമ്പി പറഞ്ഞു, ആക്ച്വലി നിങ്ങൾ ചെയ്തത് വളരെ നല്ല ഒരു കാര്യമാണ്. ഭക്തന്മാരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭക്തിയുടെ മെയിൻ ഉദ്ദേശം. പക്ഷേ അത് എങ്ങനെ അവതരിപ്പിച്ചു അതിനെക്കുറിച്ചും കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അതായത് ഞാൻ ഇത് വൈകുണ്ഠത്തിലാണ് ഈ വിത്ത് കൊണ്ട് വിതച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിന്. രണ്ടുപേരും അന്ന് വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഭഗവാന്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വ്യക്തി ചെയ്തു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് പ്രാർത്ഥി തന്നതിന് വളരെ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഒരു 3-4 ഡിവോട്ടീസ് ഒരു വലിയ കുടത്തില് വിത്തുമായിട്ട് അവിടെ വന്നു. അവര് വരുമ്പോ അവര് പറഞ്ഞു, ഞങ്ങള് ശ്രീരംഗത്ത് നിന്ന് വരികയാണ്, ഇത് ആക്ച്വലി ശ്രീരംഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രംഗനാഥ് കൊണ്ടുതന്ന വിത്താണ് എന്ന് പറഞ്ഞിട്ട്. ഈ വിത്ത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി, വിത്ത് കിട്ടി എന്നുള്ളത്. ആ വിത്തെടുത്ത് അദ്ദേഹം ആ വർഷം വിതയ്ക്കുകയും ചെയ്തു. അന്ന് ആ വർഷം അദ്ദേഹത്തിന്റെ ഇത് എന്താ പറയാ, ആ വിളവ് 10 മടങ്ങ് വിളവാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വളരെ കൂടുതൽ വിളവാ കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ ഭക്തിയിൽ എന്ത് ചെയ്യുന്നു അത് എല്ലാം ആക്ച്വലി വൈകുണ്ഠത്ത് നമ്മൾ ഇത് വിത്ത് വിതയ്ക്കുന്ന പോലെയാണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ എന്തിനാണ് ഈ ഭക്തിയൊക്കെ ചെയ്യുന്നത്, എന്ത് നമുക്ക് ഇതിന്ന് കിട്ടാൻ പോകുന്നു, എന്തെങ്കിലും കിട്ടിയോ, കുറെ വർഷത്തിന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ആക്ച്വലി നമ്മൾ ഈ ചെയ്യുന്ന സമയങ്ങളും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വിത്ത് വിതയ്ക്കുന്ന പോലെയാണ് വൈകുണ്ഠത്ത്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വളരെ 10 മടങ്ങ് ഗുണമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഭഗവത്ഗീതയില് 15 അധ്യായം 15th ചാപ്റ്റർ 15th ശ്ലോക, ഭഗവാൻ മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച വേദേശ സർവം അഹമേവ വേദ്യോ വേദാന്ത കൃത് വേദ ദിഹിദേവ ചാഹം. അതായത് ഓർമ്മയും മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച, അതായത് ഓർമ്മ, ജ്ഞാനം, അതുപോലെ വിസ്മയം, ഇത് ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മള് എല്ലാ ദിവസവും നമ്മൾ ജപിക്കുന്നുണ്ട് ഭഗവാന്റെ ഭക്തിയിലും. അപ്പോ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ എന്താ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ജപിക്കുന്നത് കേൾക്കുക എന്നുള്ളതാണ്, ഭഗവാനെ കുറിച്ച് സ്മരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് ജ്ഞാനം വേണം. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഓർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മറന്നു പോകാനുള്ള ഒരു ഭാഗ്യം വേണം. ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോ നമുക്ക് നമുക്ക് ജപം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ 2 മണിക്കൂർ നമ്മൾ ജപം ചെയ്യുന്ന സമയത്തിനേം കാട്ടി കൂടുതൽ ബാക്കി 22 മണിക്കൂർ നമ്മൾ എങ്ങനെ നിയോഗിക്കുന്നു നമ്മുടെ ലൈഫിൽ, അതിനെ കുറിച്ചായിരിക്കും. അപ്പോ ഭഗവാന്റെ കൃപയിലാണ്, ഭഗവാനാണ് ഈ മത്ത സ്മൃതി ജ്ഞാനം തരാൻ പോകുന്നത്. അപ്പൊ ഭഗവാനെ ആക്ച്വലി ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിക്കുക, അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുക ചെയ്താലും നമുക്ക് ആക്ച്വലി ഭഗവാന്റെ കൃപയുണ്ടാവും. ഭഗവാന്റെ കൃപ ഉണ്ടായാൽ നമുക്ക് നല്ല രീതിയിൽ ജപിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. അപ്പോ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ, ഒന്ന് വൈഷ്ണവന്മാരായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ്, നന്നായിട്ട് വൈഷ്ണവന്മാരായ വളരെ നല്ല രീതിയിൽ അവരെ സേവ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ അവരെ ഒഫൻഡ് ചെയ്യാതിരിക്കുക, അവരുമായിട്ടുള്ള നല്ല സംബന്ധം, ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാലും. രണ്ടാമത്തെ കാര്യം സേവ, നമ്മൾ വൈഷ്ണവന്മാരെ സേവിക്കുക, ടെമ്പിളിൽ എന്തെങ്കിലും ഒരു സേവ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പാർട്ട് ചെയ്ത, ഇത് നമ്മൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ശെൽവനമ്പിയുടെ വൈഫ് നല്ല രീതിയിൽ വൈഷ്ണവന്മാരെ സെർവ് ചെയ്തു. നല്ല രീതിയിൽ സെർവ് ചെയ്ത് മാത്രമല്ല, നല്ല രീതിയിൽ അവരായിട്ട് പെരുമാറി, അവർ വന്നപ്പോൾ അവരെ സ്വാഗതം ചെയ്തിരുത്തി, അവരെ നല്ല രീതിയിൽ അവരെ ഇത് ചെയ്തു. എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവർ വിത്തെല്ലാം എടുത്ത് അത് ഉപയോഗിച്ച് ചോറുണ്ടാക്കി അവർക്ക് കൊടുത്തു. സാക്രിഫൈസ്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ജപിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ, വൈഷ്ണവ സേവ ആൻഡ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് വൈഷ്ണവാസ്, ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മളിൽ വളരെ കൃപാലുവാകും. ഭഗവാൻ, കൃഷ്ണ വിൽ ബി ഹാപ്പി. ആൻഡ് വെൻ ഭഗവാൻ ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജപം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. അതായത് വൈഷ്ണവന്മാരെ സേവിക്കുക, വൈഷ്ണവന്മാർക്ക് വേണ്ടി സേവ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും മൂവ്മെന്റിന് വേണ്ടി സേവ ചെയ്യുക. ഈ സേവയും വൈഷ്ണവ സേവ, നാമേ രുചി ജീവേദയ വൈഷ്ണവ സേവ, ഇതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അത് നാമേ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവേദയ മീൻസ് ഹാവ് എ വെരി വണ്ടർഫുൾ റിലേഷൻഷിപ്പ് വിത്ത് എവ്രി വൺ ആൻഡ് വൈഷ്ണവ സേവ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ശരിക്കു പറഞ്ഞാൽ നമുക്ക് നാമേ രുചി നല്ല രീതിയിൽ ജപിക്കുവാനും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഹരേ കൃഷ്ണ. താങ്ക് യു.